ഇന്നത്തെ വചനചിന്ത മറക്കാത്ത സ്നേഹം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ജീവിതത്തിൽ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലഘട്ടത്തിൽ നമ്മോടൊപ്പം അനേകർ കണ്ടേക്കാം. എന്നാൽ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, കടബാധ്യത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നാം ദുഃഖത്തിലായിരിക്കുമ്പോൾ, നമ്മെ സ്നേഹിച്ചവരും നാം സ്നേഹിച്ചവരും നമ്മുടെ കൂടെ ചിരിച്ചവരും എല്ലാവരും നമ്മെ മറക്കുവാനിടയാകും. എന്നാൽ ആരെല്ലാം മറന്നാലും നമ്മെ മറക്കാത്ത ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. നമ്മുടെ പ്രതികൂല കാലഘട്ടങ്ങളിൽ നാം സ്നേഹിച്ച പലരും നമ്മെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, നമ്മുടെ പ്രതികൂലമാകുന്ന കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാനിടയാകും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം നൽകുവാനിടയാകും. ഭക്തനായ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം പൂർണ്ണമായി നമ്മെ വിടുവിക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ വിഷയം എന്തുമാകട്ടെ, അവ ദൈവസന്നിധിയിൽ ഈ നിമിഷം സമർപ്പിക്കാമോ? ദൈവം അതിനുള്ള പരിഹാരം നൽകുവാനിടയാകും. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ആശ്വാസമായി കർത്താവ് കൂടെയുണ്ട്. ഉള്ളം കലങ്ങിയ വേളകളിൽ ആശ്വസിപ്പിക്കുവാൻ അരികിൽ യേശുവുണ്ട്. നാം മറന്നാലും കർത്താവ് നമ്മെ മറക്കുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ കാലത്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലെങ്കിലും ആശ്വസിപ്പിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവുണ്ട്. നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠമുണ്ട്. ദൈവസന്നിധിയിൽ വിഷയങ്ങൾ ഇറക്കി വയ്ക്കാമോ? നമ്മുടെ ഭാരങ്ങൾ കർത്താവ് ചുമക്കുവാനിടയാകും. ആരൊക്കെ മറന്നാലും നമ്മെ മറക്കാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നമ്മെ കരുതുന്ന കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. കഷ്ടതയുടെ നടുവിൽ നാം സ്തുതിച്ചാൽ, കഷ്ടതയുടെ നടുവിലും കർത്താവ് നമ്മെ വിടുവിക്കും, നമുക്കായി ഇറങ്ങി വരും. മനുഷ്യർ കൈവിട്ടാൽ ദൈവം കരം നീട്ടി സഹായിക്കും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എതിരെ പ്രതികൂലമായി നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവകരം നമുക്ക് അനുകൂലമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു വിജയമുണ്ടാകും. ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഈ ലോകത്തെ ഒരു ശക്തിയും നമുക്കെതിരെ പ്രതികൂലമായി എഴുന്നേൽക്കത്തില്ല. ജീവിതത്തിൽ വൻ തിരമാല പോലുള്ള പ്രശ്നങ്ങൾ കടന്നു വരാം. വൻ തിരമാല പോലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകരുത്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ വിഷയങ്ങളെ, നാം അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങളെ സകലത്തെ ശാസിപ്പാൻ കർത്താവ് കൂടെയുണ്ട്. ആകയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. നാം മറന്നാലും നമ്മെ മറക്കാത്ത സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹം തിരിച്ചറിയുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.